വെക്കേഷൻ ടൈം അല്ലേ, ഒരു വൺ ഡേ ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹിക്കാത്ത ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും. അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ. പിലിക്കുള ബയോളജിക്കൽ പാർക്ക്. ഇവിടെ രാവിലെ എത്താൻ സാധിച്ചാൽ വൈകിട്ട് വരെ സ്പെൻഡ് ചെയ്യേണ്ട ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കടുവയൊക്കെയുള്ള സൂല് നമുക്കൊരു 1.5 മണിക്കൂർ നടന്ന് കാണാനുണ്ട്. ഇനി ഇത്രയും ദൂരം നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലുള്ള ഇലക്ട്രിക് വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ട് കാണാം. അതിന് എക്സ്ട്രാ ചാർജ് കൊടുക്കണം കേട്ടോ. നമ്മൾ വിജയിലെ ലിയോ സിനിമയിൽ കണ്ട കഴുതപ്പുലിയൊക്കെ ഇവിടെ കാണാം. ഇതിന്റെ അകത്ത് തന്നെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. മാക്സിമം നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കൊണ്ടുവരാൻ ശ്രമിക്കും, അല്ലെങ്കിൽ പുറത്തുനിന്ന് എവിടെ നിന്ന് വാങ്ങി പാർസൽ കൊണ്ടുവരാനും നല്ലത്. കാരണം വെരി അൺസാറ്റിസ്ഫൈഡ് ഫുഡ്. പിന്നെ ഇവിടുത്തെ സ്കൈ തിയേറ്റർ, ഇങ്ങനെ ഒരു തിയേറ്റർ കേരളത്തിൽ തന്നെ ഉണ്ടോന്ന് സംശയമാണ്. പേര് പോലെ തന്നെ സ്കൈ പോലെ പരന്നു കിടക്കാൻ ഇതിന്റെ സ്ക്രീൻ, അതൊരു യുണീക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഇവിടെ പ്ലാനറ്റേരിയം. ഇത് മസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് കേട്ടോ. സയൻസ് ആൻഡ് ടെക്നോളജിയിലെ അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ അത്ഭുതങ്ങൾ നമ്മുടെ ഫോഴ്സിനെ മെക്കാനിക്കൽ ടെക്നിക്കിലൂടെ മൾട്ടിപ്ലൈ ചെയ്യും. ഈ കറങ്ങുന്നത് കൂട്ടിനുള്ളിലുള്ള തത്തയെ പോലെ തോന്നും, പക്ഷെ തത്തയും കൂടും സെപ്പറേറ്റ് ആണ്. കല്ലിലും സംഗീതം. നെക്സ്റ്റ് ബോട്ടാണിക്കൽ മ്യൂസിയം ആൻഡ് ഹെർബേറിയം. പലതരത്തിലുള്ള മരങ്ങളും അതിന്റെ ഗുണഗണങ്ങളും. നെക്സ്റ്റ് നമുക്ക് പഴയ കാലത്തിലോട്ട് പോകാം. കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കുന്ന മൺചട്ടിയും അതുണ്ടാക്കുന്ന എക്യുപ്മെന്റ്, പണ്ടത്തെ നെല്ല് കുത്തുന്ന ഒരു ഉപകരണം, കാളയെ വെച്ച് എണ്ണയാട്ടുന്ന ഉപകരണം. നെക്സ്റ്റ് ഗുത്തുമന, നമ്മുടെ രജനീകാന്തിന്റെ ജയിലർ സിനിമയിൽ ശിവരാജ് കുമാർ മാസ് എൻട്രോടെ ഇറങ്ങി വരുന്ന സെയിം ഹൗസ്. പഴയ അടുക്കളയുടെ ചെറിയൊരു രൂപം. പണ്ട് കാലങ്ങളിൽ നെല്ല് ശേഖരിച്ചു വെച്ചിരുന്ന ഒരു രീതി. അറ്റ്ലാസ്റ്റ് ഒരു ബോട്ടിംഗ് കൂടി കഴിഞ്ഞ് മാനസ വാട്ടർ തീം പാർക്കിൽ വൺ ഡേ കൂടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം ശുഭം.